This video is a social responsibility initiative by Eris Life Science Limited about emphasize the importance of cancer early detection. നമസ്കാരം. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും പേടിയാണ്. പക്ഷേ ഇന്ന് അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫെബ്രുവരി 4-ാം തീയതി നമ്മൾ വേൾഡ് ക്യാൻസർ ഡേ ആചരിച്ചു കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ക്യാൻസറിനെ കുറിച്ചുള്ള കുറേ ആശങ്കകളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കുറേ പേടികളുമൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ ഓരോ ദിവസം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാൻസറിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്, ശരിയായ ധാരണകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി, ഇന്ന് ഈ ക്യാൻസർ കൂടി വരാനായിട്ട് നമ്മുടെ ജീവിതശൈലി ആയാലും നമ്മുടെ ഭക്ഷണശീലങ്ങളായാലും അതുപോലെ നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലായാലും ഒക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻസർ എന്നൊരു അവസ്ഥയെ നമുക്ക് നേരിടാൻ സാധിക്കും? അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? നമ്മുടെ ഭക്ഷണശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? അതിനെക്കുറിച്ച് നമുക്കിന്നറിയാം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ നാരായണൻകുട്ടി വാര്യറാണ്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷത്തിന് മുകളിലായിട്ട് ഈ ക്യാൻസർ ചികിത്സാ രംഗത്തെ സജീവ സാന്നിധ്യമാണ്. മാത്രമല്ല ഇപ്പോൾ കോഴിക്കോട് MVR ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സീനിയർ കൺസൾട്ടൻറ്റും മെഡിക്കൽ ഡയറക്ടറുമാണ്. ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. തുടങ്ങാം സാർ. സാർ, നമുക്ക് ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരാദിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേട്ടുവരുന്നത് ഭയപ്പെടുകയല്ല വേണ്ട, നമ്മൾ ഒരുപാട് കരുതലും കാര്യങ്ങളും അല്ലെങ്കിൽ മുന്നേ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ വർഷം എന്താണ് ഈ ക്യാൻസറിനെതിരെ നമുക്കൊരു മോട്ടോ ആയിട്ട് വന്നിരിക്കുന്ന സന്ദേശം എന്താണ് സാർ? ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് അതിൽ പിന്നെ എല്ലാം നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്കും പേടിയാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കാലം പോയി, അത് കഴിഞ്ഞു. അത് ഇപ്പോഴ് ക്യാൻസർ അങ്ങനെ ഒരു പേടിക്കേണ്ട അസുഖമല്ല എന്നുള്ളൊരു ബോധം പതുക്കെ ജനങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പം അത് ഈ ലോകത്തൊട്ടാകെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു സോഷ്യൽ മാറ്റമാണ്. പിന്നെ ക്യാൻസറിന് നല്ല റിസർച്ച് വന്നു, നല്ല ട്രീറ്റ്മെന്റ് വന്നു. അപ്പം ഇതെല്ലാം കൂടി ചേർന്നപ്പോഴത്തേക്കും ക്യാൻസർ പിന്നെ അതിന്റെ ഇൻസിഡൻസ് കൂടാൻ തുടങ്ങി, വല്ലാതെ കൂടാൻ തുടങ്ങി. നമ്മളിപ്പം പണ്ട് അപൂർവമായി കേട്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് സർവ്വസാധാരണമായിട്ട് നമ്മുടെ വളരെ അടുത്ത ആളുകളോ അല്ലെങ്കിൽ പരിചയക്കാരോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭീതി കുറഞ്ഞു. പിന്നെ പലരും അസുഖം മാറി നടക്കുന്നത്, സമൂഹത്തിൽ നന്നായി ജീവിക്കുന്നത് കാണാനും ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ക്യാൻസറിന്റെ ഭീതി കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ വളരെ പ്രതീക്ഷയോടെ ഞാൻ നോക്കുന്നത് അടുത്ത ഇന്റർവ്യൂവിലെങ്കിലും ആളുകൾ ക്യാൻസർ ഒരു ഭീതി ഉള്ള അസുഖമാണ് എന്ന് പറയരുത് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ലോകം വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ആ ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി. ഇത് വളരെ കാലമായിട്ട് ലോകാരോഗ്യ സംഘടനയും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രതീക്ഷ എന്നൊക്കെ പറയുന്ന സംഘടനകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ട് ലോകത്ത് ഇങ്ങനെ നടത്തുന്ന ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ അതിൽ ഓരോ വർഷവും ഓരോ തീം അവർ പറയും, ലോകാരോഗ്യ സംഘടന പറയും, അത് ബാക്കിയുള്ള സംഘടനകളായിട്ട് അത് ലോകമൊട്ടാകെ അങ്ങനെ സ്പ്രെഡ് ചെയ്യും. അതാണ് ഇത്തവണത്തത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പറഞ്ഞിട്ടൊരു തീമാണ്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു തുല്യ ദുഃഖിതർ അല്ലെങ്കിൽ ഒരേപോലത്തെ പ്രയാസങ്ങൾ നേരിടുന്നവരെ ഒന്നിച്ചിട്ട് നിൽക്കുന്നു. പിന്നെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണെന്നുള്ളൊരു മെസ്സേജും കൂടി അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ യുണീക്ക് ആണെന്ന്, ഡിഫറെൻ്റ് ആണെന്നല്ല, യുണീക്ക് ആണ്. അതായത് ഓരോരുത്തരുടെ പ്രോബ്ലം യുണീക്ക് ആയിരിക്കും, ഈ ക്യാൻസർ യുണീക്ക് ആയിരിക്കും, അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ യുണീക്ക് ആയിരിക്കും. അപ്പോൾ ഒരു പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ടുള്ള തീമാണ് ഇത്തവണ എടുത്തിരിക്കുന്നത്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള, അപ്പോൾ അതൊരു ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ ക്യാൻസർ രോഗിയെ പരിചരിക്കുന്ന ആൾക്കാരാവാം. എല്ലാവർക്കും സപ്പോർട്ട് ആവശ്യമുണ്ടല്ലോ. ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് സമൂഹത്തിന്റെ ഒരു ബാധ്യതയാണ് ക്യാൻസർ എന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണം. അതെ, ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിന്റെയോ മാത്രം ഒതുങ്ങാതെ ഒരു എല്ലാവർക്കും കൂടിച്ചേർന്നിട്ടുള്ള. ഇപ്പോൾ നമ്മളെപ്പോഴും എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ രോഗികൾക്കും ഒരു കോൺഫിഡൻസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങേക്കൊരു 25 അല്ലെങ്കിൽ അതിന് മുകളിൽ വർഷത്തെ ഒരു ചികിത്സാ പാരമ്പര്യം ഉണ്ട്. അപ്പോൾ ആ ഒരു നിലയ്ക്ക്
പണ്ട് കണ്ടതിൽ നിന്നും ഏത് ക്യാൻസേഴ്സ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ 10 വർഷം കഴിയും തോറും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ഇതിൽ വരുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. എന്താ വെച്ചാൽ നമ്മൾ മുമ്പേ 10-25 വർഷം മുമ്പേ നമ്മൾ ഈ ക്യാൻസർ രോഗികളുമായിട്ട് അടുത്തിടപഴകാൻ തുടങ്ങുന്ന സമയത്ത് ഗർഭാശയ മുഖ ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ ആയിരുന്നു സർവത്ര സ്ത്രീകളിലത്തെ ഏറ്റവും കൂടുതൽ ക്യാൻസർ അതായിരുന്നു. പുരുഷന്മാരിലെ ഒരു പക്ഷേ വായിലത്തെ ക്യാൻസർ, മറ്റേ എല്ലാവരും പുകവലിയും മുറുക്കലും ഒക്കെ പുകയിലയുടെ ഉപയോഗം നല്ലോണമുള്ള കാലമാണ്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ഈ കഴിഞ്ഞ 20-25 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് സ്ത്രീകളിലെ ഈ ഗർഭാശയ മുഖ ക്യാൻസർ നല്ലോണം കുറഞ്ഞു, വളരെ കുറഞ്ഞു. ഇപ്പം നമുക്ക് ഈ ക്യാൻസറിൻ്റെ ഒരു തോത് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,025 പേർക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ഗർഭാശയ മുഖ ക്യാൻസർ മാത്രം. അത് മാറിയിട്ട് അത് ഒരു 10 ചോടയായി. ഇപ്പം 1,00,000-10 ചോട എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റ് റിഡക്ഷൻ എന്ന് പറയും ഞങ്ങൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. പിന്നെ ഈ പുരുഷന്മാരുടെ വായിലത്തെ ക്യാൻസറുകൾ വളരെയധികം കുറഞ്ഞു. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് നല്ലോണം വ്യത്യാസം. അത് മാറിയിട്ട് സ്ത്രീകളിൽ സ്ഥാനാർബുദം ഏകദേശം 300 മടങ്ങ് വർദ്ധിച്ചു. പിന്നെ പുരുഷന്മാരിൽ ശ്വാസകോശ ക്യാൻസർ വളരെയധികം കൂടി, ഒരു 3-4 ഇരട്ടിയായിട്ട് മാറി. അപ്പോൾ അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ഈ 25 വർഷത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പം അതെല്ലാം തന്നെ ഈ അസുഖത്തിൻ്റെ ഇതൊരു ജീവിതശൈലി രോഗമാണ്. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പം അത് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അങ്ങനെയാണ് മാറിയിരിക്കുന്നത്. ശ്വാസകോശ ക്യാൻസർ കൂടാൻ പ്രധാനമായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ പുകവലി കുറഞ്ഞെങ്കിലും, പുകയിലയുടെ ഉപയോഗം കുറഞ്ഞെങ്കിലും അത് കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഓട്ടോമൊബൈൽ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം, ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഓട്ടോമൊബൈൽസിന്റെ ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാന്ദ്രത എത്ര വർദ്ധിച്ചു? അതെ. സ്ത്രീകളിൽ സ്ഥാനാർബുദം വർദ്ധിക്കാൻ കാരണം എന്ന് പറയുന്നത് അത് ഹോർമോൺ റിലേറ്റഡ് ക്യാൻസർ ആണ്. അപ്പോൾ ആ സ്ത്രീകളിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ആണ് ഇതിലൊക്കെ പ്രധാനമായിട്ട് ഇത് കൂട്ടാൻ കാരണമായിട്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഈ കോളോറെക്ടൽ ക്യാൻസർ പോലത്തുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരിത് കൂടുതലായിട്ട് ഇപ്പം പറയുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ ക്യാൻസേഴ്സ് ആണ് കൂടുതലായിട്ട് കാണുന്നത്? അതിൻ്റെയും കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം കോളോറെക്ടൽ ക്യാൻസേഴ്സ് മുമ്പേ ഉണ്ട്, ഒരു 4ാമത്തെ സ്ഥാനമൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോഴത് കുറച്ചും കൂടി മേലേക്ക് വന്നിട്ടുണ്ടാവും, കൂടുതൽ കാണുന്നുണ്ട്. പക്ഷെ ഈ കൊളോറക്ടലിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും ഒരു നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കൊളോറക്ടൽ ക്യാൻസർ വരുന്ന ആളുകളുടെ പ്രായം കുറഞ്ഞു വരുന്നു. മുമ്പേ 65-70 വയസ്സിൽ കൊളോറക്ടൽ വന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതൊരു 40-35 വയസ്സിലും ഒക്കെ കാണുന്നവരുടെ എണ്ണം കൂടുതൽ. അവർക്കാണ് കൂടുതൽ എന്നല്ല പറയുന്നത്. മുമ്പേ വർഷത്തിൽ ഒരാൾക്ക് മറ്റേ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരു മാസത്തിൽ ഒരാളെങ്കിലും 40 വയസ്സിന് താഴെയൊക്കെ കൊളോറക്ടൽ ക്യാൻസർ ആയിട്ട് കാണുന്നുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളും പിന്നെ കുറച്ചൊക്കെ വേറെ ശരീരത്തിലുള്ള ജനിതക മാറ്റങ്ങൾ ഇതൊക്കെ വരും. ഇപ്പോൾ ചിലതരം ക്യാൻസേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഇപ്പം പാരമ്പര്യമായിട്ട് ഇങ്ങനെ കുടുംബത്തിലെ പല ആൾക്കാർക്കും പല തലമുറകളിലായിട്ട് ക്യാൻസർ വന്നിട്ടുണ്ട്. അപ്പം അടുത്ത തലമുറകളിലേക്ക് വരാൻ സാധ്യതയുള്ള ചില ക്യാൻസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറയും. അപ്പം അത് മുൻപേ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് ഈ സ്ഥാനാർബുദത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരു സ്ഥാനാർബുദം അല്ലെങ്കിൽ ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല. ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമല്ല. പക്ഷെ ക്യാൻസറിന്റെ ചില കാര്യങ്ങൾ, കുറച്ച് ശതമാനം ക്യാൻസറുകൾ, ഒരു 5% ചോടെയുള്ള ക്യാൻസറുകൾ പാരമ്പര്യമായിട്ട് വരും. ഇപ്പൊ ഈ സ്ഥാനാർബുദത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്ഥാനാർബുദം വരുന്നതിന് ഒരു ജനിതക മാറ്റം ശരീരത്തിൽ വരും, മ്യൂട്ടേഷൻ ഉണ്ടാവാം. അത് BRCA എന്ന് പറയും. അത് പാരമ്പര്യമായിട്ടും ഉണ്ടാവാം, പാരമ്പര്യമല്ലാതെയും വരാം. അപ്പം ഈ പാരമ്പര്യം അല്ലാതെ ഒരു സ്ത്രീയുടെ ഈ മ്യൂട്ടേഷൻ ശരീരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് അവർക്ക് പിന്നീട് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചെയ്യാവുന്നത്, നമ്മളിപ്പോൾ ഒരാളെ ഒരു സ്ത്രീയെ ഐഡൻറ്റിഫൈ ചെയ്തെന്നിരിക്കുക. അപ്പം അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ സഹോദരിമാർക്കോ അല്ലെങ്കിൽ അവരുടെ കസിൻസിനോ ഇതുണ്ടോ, ഈ പറഞ്ഞ ഈ ജീൻ അവരുടെ ശരീരത്തിൽ, നമ്മൾ കണ്ട ജീൻ ഈ മറ്റുള്ളവരുടെ ശരീരത്തിൽ ഉണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാറ്റം കാണുകയാണെങ്കിൽ അവരോട് പ്രത്യേക പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി പറയാം. അവരുടെ ജീവിതശൈലി മാറ്റാം, അവരുടെ ഈ ടെസ്റ്റുകൾ അവരോട് ഇടയ്ക്കിടെ ചെയ്യണം എന്ന് പറയുന്ന ടെസ്റ്റുകൾ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹൈ റിസ്ക് സ്ക്രീനിങ് എന്ന് പറയും. അപ്പോൾ അവരെ നമുക്ക് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും ഒരു വർഷത്തിലൊരിക്കലാണ് ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നതെങ്കിൽ അവർ നമുക്ക് 6 മാസത്തിൽ ചെയ്യാം. പിന്നെ അവരുടെ ജീവിതശൈലി മാറ്റാം. പിന്നെ ചില കേസുകളുണ്ട് അത് ഇപ്പോൾ ഒരു കുടുംബത്തിൽ വളരെയധികം സ്ട്രോങ് ആണ് അങ്ങനത്തെ ഒരു ഫാമിലി ഹിസ്റ്ററി എങ്കിൽ നമുക്ക് പ്രൊഫൈലാറ്റിക് സർജറീസ് വരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, അതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഏജോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പേടി എന്ന് പറഞ്ഞ ഫാക്ടറാണോ അതിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ സിംറ്റംസ് ആണോ, എങ്ങനെയാണ്? ഏതിന്റെ ഈ പാരമ്പര്യമായിട്ടുള്ളതാണോ ചോദിക്കുന്നത് അതോ അല്ല ജനറൽ ആയിട്ടാണോ? പാരമ്പര്യമായിട്ടും പിന്നീട് ജനറൽ. പാരമ്പര്യമായിട്ട് നമ്മൾ അതിനെടുക്കുന്ന ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൂവൺ റൂൾ അല്ല, പക്ഷെ ഒരു തമ്പ് റൂൾ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഇൻഡെക്സ് കേസ് ഉണ്ടല്ലോ, ഇപ്പം നമുക്കൊരു കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം വന്നിരിക്കുന്നത് അതിൽ നിന്ന് 10 കൊല്ലം മുമ്പേ അവരുടെ വയസ്സിന് 10 കൊല്ലം മുമ്പേ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയാം. അപ്പം അമ്മയ്ക്ക് 40 വയസ്സിലാണ് അസുഖം വന്നിട്ടുള്ളതെങ്കിൽ മകൾക്ക് നമ്മൾ ഒരു പക്ഷേ 30 വയസ്സിൽ തുടങ്ങും. അവർ സാധാരണഗതിയിൽ ഒരു നോർമൽ പോപ്പുലേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്രീനിങ് ആണെങ്കിൽ അവർക്ക് 40 വയസ്സിലാണ് അവർ തുടങ്ങേണ്ടത്. സ്ക്രീനിങ് തുടങ്ങേണ്ടത് 40 വയസ്സാണ്. അതാണ് വ്യത്യാസം. ഇപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും പ്രിവലൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇതിൽ വലിയൊരു അപകടവും ഉണ്ട്. കാരണം സാധാരണക്കാരും അല്ലെങ്കിൽ ഒന്നും അറിയാത്തവരും ഒക്കെ ഡോക്ടർമാരെ പോലെ പെരുമാറുകയും ജനങ്ങളെങ്ങനെ ഭീതിയിലാഴ്ത്തുകയൊക്കെ ചെയ്യും. ഇപ്പം ചില മറുകുകൾ കണ്ടാൽ നിങ്ങൾ സൂക്ഷിച്ചോളൂ, ഇല്ലെങ്കിൽ ഇത് ക്യാൻസർ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏർലി സയൻസ്, ഇപ്പോൾ സ്കിൻ ക്യാൻസറിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്ന സമയത്തും ഇതുപോലെ പറയാറുണ്ട്. അപ്പോൾ എല്ലാത്തിനോടും ഒരു ഭയപ്പാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്പെസിഫിക് ആയിട്ട് ഏർലി സയൻസ് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ചില കാര്യങ്ങളിൽ അങ്ങനെ പറയാമല്ലോ ഡോക്ടർ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏർലി സയൻസ് ഇപ്പം ഞാൻ ഈ ഇങ്ങനെ കുറേ ആൾക്കാരോട് ബോധവൽക്കരണ ക്ലാസ്സിലൊക്കെ പോയിട്ടാകുമ്പോൾ അവർ ചിലവർ എഴുന്നേറ്റ് ചോദിക്കും, മറ്റേ സർ ക്യാൻസറിൻ്റെ നേരത്തെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് പറയും, തലവേദന ഉണ്ടെങ്കിൽ കാണിക്കണം, മറ്റേ ഇതിൽ പിന്നെ വായയിൽ പുണ്ണുണ്ടെങ്കിൽ കാണിക്കണം, പിന്നെ ഇത് ചുമയുണ്ടെങ്കിൽ കാണിക്കണം, പിന്നെ ഇത് രക്തം വരുന്നുണ്ടെങ്കിൽ പല്ലുന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വയറ്റുന്ന് പോകുന്നതിൽ രക്തം വരുന്നുണ്ടെങ്കിൽ, മെലിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ ഇത് പറയും, സിംറ്റംസ് പറയും. അപ്പം അതിന് കുറച്ച് 1 മിനിറ്റ് നിർത്തിയിട്ട് പറയും, ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ നിങ്ങളെല്ലാം എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മെസ്സേജ് എന്താ വെച്ചാൽ ഈ പറഞ്ഞ സിംറ്റംസ് ഒന്നും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഈ ഏത് ക്യാൻസർ ആയി കഴിഞ്ഞാലും അത് വരുന്ന അവയവത്തിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന രീതിയിലാവും, അതിനനുസരിച്ചിട്ട് ആ സിംറ്റംസ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമർ ആണെങ്കിൽ തലവേദന ഉണ്ടാവും. പക്ഷെ തലവേദന അല്ലെങ്കിൽ ട്യൂമർ എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ ഒരാൾക്ക് 2 ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല നോക്കണ്ടേ. പകരം നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു തലവേദന തന്നെ എടുക്കാം ഫോർ എക്സാമ്പിൾ, അത് നമുക്കൊരു സ്ഥിരമായിട്ട് 2 ആഴ്ച നിൽക്കുന്നു എങ്കിൽ നമ്മളൊരു ചെക്കപ്പിന് പോകാം. നമുക്ക് സാധാരണ വരുന്നത് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ നിന്ന് പോകുന്നു അത്, അല്ലെങ്കിൽ പിന്നെ വരുന്നേയില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്നു പോകുന്നു, അങ്ങനെയല്ലാതെ അതിൻ്റെ സ്വഭാവത്തിലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കാവുന്നതാണ്. ചുമ ഒരു 2 ആഴ്ച നിൽക്കുന്ന ചുമ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ക്യാൻസറിൻ്റെ ചെക്കപ്പ് ചെയ്യാം. അപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാവും എന്നുള്ള അങ്ങനെ ഒരു പരിപാടിയില്ല. പകരം ഏത് സിംറ്റവും അത് നമ്മൾ സാധാരണ രീതിയിൽ മാറും എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്തിൽ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് ചെയ്യും. എന്നിരുന്നാലും ഇപ്പം ഈ പറഞ്ഞ ഇപ്പം ബ്ലീഡിങ് ഏതെങ്കിലും സൈഡിൽ, ഇപ്പം മറ്റേ വയറ്റിൽ പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ കൂടെ പനി വരിക, പിന്നെ ശരീരം വെയിറ്റ് ലോസ്, നല്ല മാർക്കറ്റ് വെയിറ്റ് ലോസ്, ഒരു 10% കൂടുതൽ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ അങ്ങനെ വരുമൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ചെക്കപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ ഈ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സിംറ്റംസ് വന്നിട്ട് ചെയ്യുന്ന കാര്യമല്ല. നമ്മളൊരു സിംറ്റം ഇല്ലാതെ നമുക്കൊരു പ്രായത്തിന്റെ മേലെ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥാനാർബുദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ സ്ത്രീകളും 40 വയസ്സിന് മേലെ ഉള്ളവർ ഒരു മാമോഗ്രാം വർഷത്തിലെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ മറ്റേ ഒരു ഇതിൻ്റെ സെർവൈക്കൽ ക്യാൻസറിൻ്റെ ആണെങ്കിൽ 30 വയസ്സിന് മേലെ പാപ്സ്മിയർ ഒരു ഇത് എടുക്കുക, റെഗുലറായിട്ട് എടുക്കുക. ഇതേപോലെ ആണ്.
അല്ലാതെ നമുക്കൊരു ബ്രസ്റ്റിലൊരു ലംബ് കാണുമ്പോൾ പോയി നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണ്. അതല്ല ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു ലംബ് ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമ്മളുടെ 40 വയസ്സിന് മേലെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഇതിൻ്റെ റിസ്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അസുഖം വരാം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മളിവരെ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ലംബ് ഉണ്ടാവുന്ന, അതായത് മുഴ ഉണ്ടാവുന്നതിന് മുമ്പേ നമുക്ക് കണ്ടുപിടിക്കും. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ അസുഖമായി ചികിത്സിച്ച് ഭേദാക്കാം. അതാണ് അതിൻ്റെ വ്യത്യാസം. ഡോക്ടർ, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ അസുഖങ്ങളും ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഭക്ഷണശീലം, നമ്മൾ അമിതമായിട്ട് വണ്ണം വയ്ക്കുന്ന, എക്സസൈസ് ഇല്ലായ്മ. അപ്പോൾ ഇത് എത്രത്തോളം ഈ ഒരു ക്യാൻസർ എന്നുള്ള അവസ്ഥയിലേക്ക് വരാം? അതാണ് അതിൻ്റെ ഈ ക്യാൻസറിൻ്റെ പിന്നെ മൂല കാരണങ്ങളൊന്ന് ഇത് തന്നെയാണ്. അതായത് നമ്മളൊരു വെയിറ്റ് കൂടുന്നു, കൊഴുപ്പുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, കൂടുതൽ കഴിക്കുന്നു. പണ്ട് കാലങ്ങളിൽ വളരെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്ന കൊഴുപ്പുള്ള ഭക്ഷണം നമ്മളിപ്പോൾ കൂടുതൽ കഴിക്കുന്നു ഓൺ എ റെഗുലർ ബേസിസ്, ഡെയിലി ബേസിസ്. അപ്പം നമ്മൾ വെയിറ്റ് കൂടുന്നു. വെയിറ്റ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കണ്ടമാനം അടിഞ്ഞു കൂടുന്നു. ഈ കൊഴുപ്പിൻ്റെ അകത്ത് നമുക്ക് ക്യാൻസറിന് കാരണമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഹോർമോണൽ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പാകത്തിൽ ഹോർമോൺസൊക്കെ സ്റ്റോർഡ് ആവുകയും മറ്റുള്ള അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ ശരീരത്തിൽ സംഭവിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വ്യായാമം തീരെ ഇല്ലാത്ത ഒരു ജീവിതശൈലിയും കൂടി പിന്തുടരുമ്പോൾ നമുക്ക് ദുശീലങ്ങളില്ലെങ്കിലും, പുകവലി ഇല്ല, മദ്യപാനമില്ല എന്നിരുന്നാലും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു. ഈ നമ്മളിപ്പം വിഷമടിച്ച പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവുമെന്ന് പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറയും. പക്ഷേ ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തിലൊക്കെയാണ് കൂടുതലായിട്ട്, ഇപ്പോൾ പലരുടെയും ലൈഫ് സ്റ്റൈൽ ഡോക്ടർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ശീലങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടോ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു സാധ്യത വന്നതായിട്ട് ഡോക്ടറിന് തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാണ് നമുക്ക് ഇപ്പം ഈ ലോകാരോഗ്യ സംഘടന റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അതിൽ ഇപ്പം ക്ലാസ് 1 റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രൂവൺ ബിയോണ്ട് ഡൗട്ട്. അതായത് അസുഖം വരും, ക്യാൻസർ വരും എന്നുള്ളത്. ഇപ്പൊ ക്ലാസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടാവാം, സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളൂ, നമ്മൾ തീരുമാനം ഫൈനലായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഇതാണ്. ക്ലാസ് 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് വരില്ല, അതുമായിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 3 ക്ലാസ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ എന്തായാലും ക്യാൻസർ ഉണ്ടാവുന്നത്. ഇപ്പം പുകയില അങ്ങനത്തെ ഒരു സാധനമാണ്. അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് സംസ്കരിച്ച മാംസം എന്ന് പറഞ്ഞാൽ, അതായത് ടിൻഡ് മറ്റേ ഇതൊക്കെ സാൽമൺ, ടിൻഡ്, മറ്റേ സോസേജസ്, അതെ, പ്രോസസ്ഡ് ഫുഡ്, പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയും. പ്രോസസ്ഡ് ഫുഡ് അല്ല, പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയും. ഈ പ്രോസസ്ഡ് മീറ്റ് ഒരു 100 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്നതിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോകാരോഗ്യ സംഘടന. അതേപോലെ നമ്മളെല്ലാവരും എല്ലാവരും കൂടി വയ്ക്കുന്ന ഉണക്കമത്തി അല്ലെങ്കിൽ ഉണക്ക മത്സ്യം ഉപ്പിലിട്ടിട്ട് ഇത് ചെയ്ത് പ്രോസസ്സ് ചെയ്ത സാധനം, ആ സാധനം ക്യാൻസർ ഉണ്ടാക്കുന്നു തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ബാർബിക്യൂ, അങ്ങനത്തെ പാചകം ചെയ്യുമ്പോഴുണ്ടാകുന്ന, അത് കരിച്ച് ഭക്ഷണം, മാംസം കഴിക്കുന്നത് ഇതാണ്. അതിൽ കരിച്ച് പച്ചക്കറി കഴിക്കുന്നതും മോശമാണെന്ന് തന്നെയാണ് പറയുന്നത്. ബാർബിക്യൂ ഒക്കെ അങ്ങനെ ചെയ്യുന്നത് മോശമാണ്. പക്ഷെ എപ്പോഴെങ്കിലും അല്ല, റെഗുലറായിട്ട്. ഇപ്പം ഈ കാശ്മീരിലൊക്കെ ആൾക്കാർ ഈ മീൻ കരിച്ച് കഴിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ അവർക്ക് സ്റ്റൊമക്കിൻ്റെ ക്യാൻസർ വരുന്നത് സാധ്യത കൂടുതലാണ്. അപ്പം അതേപോലെ ധാരാളം പിന്നെ പഠനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ എല്ലാം നമുക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളതൊരു പരിധി വരെ നമ്മൾ അതിനകത്ത് ഒരു പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഡോക്ടർ, ഈ ചികിത്സ രീതിയിലേക്ക് വരുമ്പോൾ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ മെൻ്റലി വളരെ ഷോക്ക്ഡ് ആവുന്ന ഒരവസ്ഥയുണ്ട്, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പേഷ്യൻ്റ് എന്നല്ല, ആൾക്ക്, വ്യക്തിക്ക് ഏത് രീതിയിലുള്ള ഒരു മെൻ്റൽ സപ്പോർട്ടാണ് സ്വന്തമായിട്ട് ആർജിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ ആ തുടക്കത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവരുടെ കൂടെ ഉള്ളവർ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതിൽ പിന്നെ വളരെ ഇതാണ്, നമുക്കൊരു കൂടെയുള്ള ആളുകൾക്ക് അസുഖം വരുമ്പോഴേ നമുക്കിപ്പോൾ നമ്മുടെ സമൂഹം പെരുമാറുന്നത് അല്ലെങ്കിൽ അവരോടുള്ള സമീപനം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ക്യാൻസർ ഡയഗ്നോസ് ആയിരുന്നിരിക്കുക, അപ്പോഴെന്തായിരിക്കും സംഭവം ഉണ്ടാവുക, എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ളത്? അപ്പോൾ അവർക്ക് ഒരുപാട് ഇതുണ്ടാവും. വെച്ചാൽ ഇതൊരു ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മരണം ഉണ്ടാവും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ അതിൽ അവർ വല്ലാതെ അവരുടെ ഒരു നേരത്തെയുള്ള മെൻ്റൽ സെറ്റപ്പിനനുസരിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യും. ഒരു 99% ഡിപ്രഷനിലോട്ടേക്ക് പോകും.
അവർ ഒരാഴ്ചയോളം മൂഡ് ഓഫ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ അവർ സാധാരണമായിട്ട് റെഡിയായി വരും. വളരെ കുറച്ച് പേരെ പിന്നെ അതിൽ തന്നെ നിന്ന് പോകാറുള്ളൂ. പക്ഷെ ഒരു 99% ആളുകളും ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിൽ റിക്കവറി ആവും. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പിന്നെയും അവർ മൂഡ് ഓഫ് ആവും, അത് വേറെ കാര്യം. പക്ഷെ ആദ്യത്തെ ഡയഗ്നോസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൽ നിന്ന് അവർ ഏകദേശം ഒരു 90 to 99% അവർ റെഡിയാവും. അപ്പോൾ റെഡിയാവെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് റെഡി ആവണമെന്നില്ല, പക്ഷെ എന്നിരുന്നാലും ഒരു നല്ല ശതമാനം അതിൻ്റെ അകത്ത് റിക്കവറി, അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പം അതിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവരുടെ മനസ്സിലേക്കൂടെ പോകുന്നത് ഇപ്പം ബ്രെഡ് വിന്നർ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ജോലിയുള്ള ഒരു ഫാമിലിക്കുള്ള ആകെയുള്ള അത്താണെങ്കിൽ അവർ ബാക്കി എങ്ങനെ കുടുംബം ജീവിക്കും, പിന്നെ ബാക്കി അല്ലെങ്കിൽ സ്പൗസസ് ആണെങ്കിൽ, ഹൗസ് വൈഫ് ആണെങ്കിൽ അവർക്ക് പിന്നെ ആര് അവരെ കുട്ടികളെ നോക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ കൂടുതലായിട്ട് അവരുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പം ഒരു 1 വീക്ക് കൊണ്ട് അവരത് സെറ്റിലാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കും, എങ്ങനെ ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്താണെന്നുള്ളത് നോക്കും. അപ്പോൾ അവരതിനുള്ള കാര്യങ്ങൾ നോക്കും, അതിൻ്റെ സാമ്പത്തികം നോക്കും, അതിൻ്റെ മറ്റുള്ള സോഴ്സസ് നോക്കും, ബാക്കി ഇത് ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് എടുക്കാൻ പറ്റുമോ, എന്നാലും രക്ഷപ്പെടാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യം ഏത് സ്റ്റേജിലാണ് അസുഖം കണ്ടുപിടിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും ആ സമയത്ത് നമ്മൾ അവരെ കുറച്ചും കൂടി അവർക്ക് ഇത് റെഡിയാവും. അപ്പം ഈ ആദ്യത്തെ മൂഡ് ഓഫ് ആയിരിക്കുന്ന ആ പീരിയഡിൽ ഓരോരുത്തരെയും ഓരോ മാതിരിയാണ്. അപ്പോൾ അവർ ഒരു പക്ഷേ വളരെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന്, ഇപ്പോൾ ഒരു സ്പൗസ്, ഇപ്പോൾ ഹസ്ബൻഡിനെ ചിലപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള ഇപ്പോൾ ചില നാത്തൂന്മാരുണ്ട്, അവർ വളരെ സപ്പോർട്ടീവ് ആയിരിക്കും, പരസ്പരം ഭയങ്കര ഇതായിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെയധികം ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ 1-2 വാക്ക് പറഞ്ഞാൽ മതി, അത് സാരമില്ല, ഇതിപ്പോൾ നമ്മളിപ്പം നല്ല ചികിത്സയുള്ളതല്ലേ, നമുക്ക് അതൊക്കെ നോക്കാം, സാമ്പത്തികം നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി അത് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരാൾക്കാരുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കാൻ പറ്റും. ആ സമയത്ത് ഒരു പക്ഷേ അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയോ അല്ലെങ്കിൽ അതിന് പുറത്തുനിന്നുള്ളവർക്കോ വലിയൊരു റോളോ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് നേരിട്ട് സംസാരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നന്നാവും. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന് അസുഖം വരുമ്പോൾ നമ്മൾ അവരെ വിളിക്കണോ, അവരോട് പറയണോ, ചോദിക്കണോ, അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ വിളിക്കുന്നതും ഇടയ്ക്ക് രോഗവിവരങ്ങൾ അന്വേഷിക്കുന്നതും ഒക്കെ വളരെയധികം ഗുണം ചെയ്യും. തീർച്ചയായിട്ടും അത് പിന്നെ നല്ലോണം അവരെ സപ്പോർട്ട് ചെയ്യും. ഡോക്ടർ ഇപ്പോൾ ചികിത്സ സീനിയർ കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഇപ്പോൾ റിസർച്ചിൻ്റെയും കൂടി ഒരു ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചികിത്സയുടെ ഘട്ടത്തിലും അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിലും എത്രത്തോളം പ്രധാനമാണ്? ഡോക്ടറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ മാനസികമായിട്ടുള്ള ഒരു കരുത്ത് കൊണ്ട് പലപ്പോഴും നമ്മളെപ്പോലും അമ്പരപ്പിക്കുന്ന രീതിയിലേക്ക് റിസൾട്ടിനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതി ഡോക്ടർ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് ഡോക്ടർ എക്സ്പീരിയൻസ്? അത് ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ. അതായത് മനസ്സിന് വളരെ പ്രാധാന്യമുണ്ട് അതിനകത്ത്. പ്രത്യേകിച്ചിട്ടും പിന്നെ ഒരാളിപ്പം വളരെ ഇതായിട്ട് ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് അസുഖത്തിനോട് അഡ്ജസ്റ്റഡായി അവർ മെൻ്റലി ആക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് പിന്നെ അവർക്ക് അവരുടെ റുട്ടീൻ കാര്യങ്ങളിലേക്ക് അവർ തിരിച്ചു പോകുന്നു പെട്ടെന്ന്. പിന്നെ അവർ ഫ്രണ്ട്സിനോട് ഇടപഴകുന്നു, അവർ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക്. അപ്പം അങ്ങനെയുള്ള വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് മെൻ്റലി റിക്കവറി ആവുന്നവരെ ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് വളരെ വളരെ നല്ലതാണ്. അപ്പം മാനസികമായിട്ട് അതിനെ നേരിടുന്നവർക്ക് തീർച്ചയായിട്ടും രോഗത്തിനെ കീഴടക്കാൻ പറ്റും, സംശയമൊന്നുമില്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ചികിത്സയുടെ കാര്യം വരുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കുറച്ചും കൂടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും കൂടെ ചെയ്താലാണ്, കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അസുഖത്തെ പേടിക്കുന്നവർ മാത്രമല്ല, ഇപ്പം ചികിത്സയിലൂടെ കടന്നു പോകുന്നവരോ അല്ലെങ്കിൽ ഭയപ്പെടുന്നവരോ അല്ലാത്തവരോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? എന്തെല്ലാം ചെയ്താലാണ് എന്നുള്ളതിനുപരി എന്ത് ചെയ്തിട്ടില്ലെങ്കിലാണ് നല്ലതെന്ന് ഞാൻ പറയാം. വാട്സപ്പ് നോക്കാതിരിക്കുക, ഒന്ന് വാട്സപ്പിൽ വരുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കുക. പിന്നെ രോഗത്തെ പറ്റിയിട്ട് വേറെ ആളുകളോട് സംസാരിക്കാതിരിക്കുക, നിങ്ങൾ ഡോക്ടറോട് മാത്രം സംസാരിക്കുക. പിന്നെ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ബാക്കിയുള്ള രോഗികളുമായിട്ട് ബന്ധം വെച്ച് അവരുടെ ഫോളോ അപ്പ് എടുക്കാതിരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ
ചികിത്സേൻ്റെ ഇടയിൽ ഇവർ കുറേ പേര് ഇങ്ങനെ ഇതെല്ലായി ഫ്രണ്ട്സായി അങ്ങനെയൊക്കെ പോകും. അത് ഭയങ്കര അപകടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഒരാൾക്ക് അസുഖം വന്ന് അവർ എന്തെങ്കിലും അവസ്ഥ മാറിയിട്ടുണ്ടെങ്കിലോ ഇവർ മൊത്തത്തിൽ ഇവരുടെ കോൺഫിഡൻസ് മുഴുവൻ പോകും. അപ്പോൾ അങ്ങനെ അധികം ചെയ്യാതിരിക്കുക. പിന്നെ ഈ എപ്പോഴും നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ ചാഞ്ഞ മരത്തില് ഓടിക്കയറാൻ കഴിയില്ല. അത് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അതെ. അത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിശ്വസിക്കാതിരിക്കുക. ഇപ്പം ഇന്നലെയും കൂടി എൻ്റെ OP-യിൽ ഒരു സ്ത്രീ ചോദിച്ചു, എനിക്ക് പിന്നെ പ്രോട്ടീൻ പൗഡർ കൊണ്ടുതരുന്ന നമ്മൾ അത് കഴിക്കണോ വേണ്ടയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാ പ്രോട്ടീൻ പൗഡർ? അല്ല, ഒരു സ്ട്രെങ്ത്തിന് വേണ്ടി നല്ലതാണെന്ന് എന്നെ ഒരു ബന്ധുവാണ്. അപ്പോൾ ഈ ബന്ധുവിന് പ്രധാനമായിട്ടും ഇവരെ കൊണ്ട് പ്രോട്ടീൻ പൗഡർ വാങ്ങിപ്പിക്കലാണ് ഇവരുടെ ഉദ്ദേശം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർക്ക് എളുപ്പത്തിൽ അത് സെല് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ ഇതായിട്ട് വൾണറബിൾ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രോട്ടീൻ പൗഡർ എന്തിനാണ്? അത് നിങ്ങൾ ICU മറ്റേ ട്യൂബൊക്കെ ഇട്ടിട്ട് മൂക്കിലെ കൂടെ ട്യൂബൊക്കെ ഇട്ട് ഫീഡ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ കഴിക്കണം. അല്ലാതെ ഇപ്പം വീട്ടിൽ സാധാരണമാതിരി ഭക്ഷണമൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്നതിൽ ഇടയിൽ ഈ തല്ലിപൊളി പ്രോട്ടീനും കൂടി അടിച്ച് കയറ്റിയിട്ട് വിശപ്പില്ലാതെ ഒന്നിനും രുചിയില്ലാതെ നടക്കുന്നതിനെക്കാട്ടും നല്ലതാണ്. അപ്പോൾ അവർക്ക് കാര്യം പിടിപെട്ടി. അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ മെഡിക്കൽ ഇതന്നെ എടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഡോക്ടറെ അടുക്കോ നമ്മൾ ചികിത്സ ഇത് ചെയ്യുക, ഡോക്ടറിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, എന്നിട്ട് അതനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോവുക. അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഡോക്ടർ, ചില ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ പറയാറുണ്ട്. ഇപ്പം മുന്തിരിയുടെ കാര്യം പറഞ്ഞു കേൾക്കാറുണ്ട്, അതുപോലെ പൈനാപ്പിൾ പോലുള്ള ചില ഡോക്ടേഴ്സ് അങ്ങനെ പറയാറുണ്ട്. അപ്പം അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോൾ റെഡ് മീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അങ്ങനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് ഞാനിത് കേട്ടിട്ടില്ല. ഈ പൈനാപ്പിൾ എന്താ സംഭവം? അത് ചില ആൾക്കാർ വന്ന് പറയാറുണ്ട്, ഈ പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഗ്രേപ്സ് കഴിക്കാൻ പാടില്ല, ചികിത്സയുടെ ഇടയിൽ അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ചികിത്സയിലിടയിൽ തന്നെ നമുക്ക് ഒഴിവാക്കേണ്ടതായുള്ള ഭക്ഷണമുണ്ടോ? അല്ലെങ്കിൽ ഓരോ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണോ ഡോക്ടർ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? കണ്ടീഷൻ ബേസ്ഡ് ആണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്യാൻസറിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് കീമോതെറാപ്പി എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ഡയറ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അവർ ആ കീമോതെറാപ്പീൻ്റെ സമയത്ത് അത് എടുക്കരുതെന്ന് പറയും. അതിൽ ചിലപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് പറയും. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ എല്ലാം വേവിച്ച് കഴിക്കണം, സ്റ്റെറിലൈസ് ചെയ്ത് കഴിക്കണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലത്തെ കിട്ടുന്ന മുന്തിരി ആയാലും ശരി, വേറെ എന്തെങ്കിലും ചിലവർ പറയും തോടുള്ളത് കഴിച്ചോളൂ പറയും. പക്ഷെ തോടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പിന്നെ ആളുകളെ പറ്റിക്കുന്നതൊക്കെ പറഞ്ഞാൽ അനാറ് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കാറ്, എന്തിനാ അനാറ് കഴിക്കുന്നത്? ചോര ഉണ്ടാവും എന്ന് പറഞ്ഞു. അനാറിന്റെ കളറ് ചുവപ്പ് നിറാണെന്നായിരിക്കാം, പക്ഷെ അതുകൊണ്ട് ചോര ഉണ്ടാവുമോ? അങ്ങനെ നമുക്കൊരു ഒരു കാര്യമില്ല. നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ അത് അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ ഗ്ലൂക്കോസും മറ്റേ ഇതൊക്കെ ഫ്രക്ടോസ് ഇതെല്ലായിട്ട് ഇങ്ങനെ ആണല്ലോ പോകുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻസും ഇതിലായിട്ടാണല്ലോ. അപ്പൊ ഇതില് എവിടെ കിടക്കുന്നു അനാറ് ചോരയായിട്ട് മാറാനുള്ള സാധ്യത എങ്ങനെയാണ് ഉണ്ടാവുക? സാധാരണമായിട്ട് ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻസ് ഇതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ചിട്ട് A or B എന്നുള്ളതിൽ വലിയ കാര്യങ്ങളില്ല. പിന്നെ ചിലർ പറഞ്ഞേക്കാറുണ്ട്, അപ്പൊ ഇതിന്റെ സമയത്ത് കീമോന്റെ സമയത്ത് നമ്മൾ ഇത് വേണ്ട പറയും. എന്ന് വെച്ചാൽ ഇത് വേവിച്ച് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്ത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയും. അപ്പൊ ചിലവർ ഇളനീര് കുടിക്കാൻ പറ്റുമോ? എന്ത് കഴിക്കുന്നതിന് വിഷമമില്ല, പക്ഷെ അതിലെ കൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ റിസ്ക് യുവർ ലൈഫ്. അതാണ് അതിൻ്റെ അകത്തുള്ള പേടി. അതാണ്. അപ്പോൾ ഇളനീര് നല്ല ശുദ്ധമല്ലേ, എല്ലാവരും മറ്റേ വെയിനിലേക്ക് കൊടുക്കാം, നേരിട്ട് കൊടുക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഡോക്ടറെ. അപ്പോൾ ഇതിൽ എന്താ പ്രോബ്ലം ചെയ്യാൻ? അതിനകത്ത് അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്യുവർ ആയിട്ടുള്ള പ്രോസസ് ഇതല്ലാത്തതുകൊണ്ടല്ല, സാധനം അല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇളനീര് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവരെ ഉടനെ പോയി ഇത് ഇളനീർ കടയിൽ നിന്ന് ഇത് വാങ്ങിക്കും. അവർ വർഷങ്ങളായിട്ട് കഴുകാത്ത കത്തി വെച്ചിട്ട് വെട്ടി അതെ. അപ്പോൾ ഇതാണ്. പക്ഷെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ ഇപ്പൊ ഈ ടിൻഡ് ഫുഡ് കഴിക്കാൻ പറ്റുമോ? ടിൻഡ് ഫുഡ് കഴിക്കുന്നതിനൊന്നും വിഷമമൊന്നുമില്ല. ടിൻഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇത് ജ്യൂസസ് ഒക്കെ ഇപ്പൊ പുറത്ത് അവര് അതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഡോക്ടർമാരും ഇപ്പം പുറത്തുള്ള സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന പുറത്തുള്ള ഡോക്ടേഴ്സ് ഇതാണ് പറയുന്നത്, നിങ്ങൾ കഴിച്ചോളൂ, മറ്റേ ടെട്രാപാക്കിൽ അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ അകത്തുള്ള ഇത് കഴിച്ചോളൂ. പക്ഷെ നമ്മുടെ ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല്
ഇതിന്റെ മേലെ നിറയെ പൊടിയായിരിക്കും, അതിന്റെ മേലെ എലി മൂത്രം ഒഴിച്ചിട്ടുണ്ടാകും ഗോഡൌണിന്ന്. അപ്പൊ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഇത് മുഴുവൻ ഇത് കണ്ടാവശ്യം. അപ്പൊ നമുക്ക് ഈ സ്ട്രിഞ്ചന്റ് റൂൾസ് നമുക്ക് ഫോളോ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആരും ശ്രമിക്കാത്തത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളുടെ അകത്തൊക്കെ പ്രിക്കോഷൻ എടുക്കേണ്ടി വരും. അപ്പൊ അതിനൊന്നും സയന്റിഫിക് ബേസിസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിന് സയന്റിഫിക് ബേസ് ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ വളരെ സ്റ്റെറൈലായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഈ ടിൻഡ് ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ അതിന്റെ മേലെ സ്റ്റോർ ചെയ്യുന്ന സാധനം, ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റുമോ? ബിസ്ക്കറ്റ് കഴിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ബിസ്ക്കറ്റിൻ്റെ അതെന്ന് പറഞ്ഞാൽ പാക്കറ്റ് മുഴുവൻ എറുമ്പടിച്ചിരിക്കുക, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ കഴിയുന്ന പുറത്തുനിന്നുള്ള ഭക്ഷണം ട്രീറ്റ്മെന്റ് സമയത്ത് എടുക്കാൻ, അതല്ലാതെ വേറെ ഇതൊന്നുമില്ല. പിന്നെ റെഡ് മീറ്റിന് വല്ല ഇതുണ്ടോ എന്നുള്ളത് നമ്മൾ ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. റെഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ അസുഖം വന്നവർ നമ്മൾ റെഡ് മീറ്റ് കഴിക്കണ്ട, ഇനി നിങ്ങൾ നിർത്തിക്കോളൂ എന്ന് പറയാറുണ്ട്. അതല്ലാതെ നമ്മൾ പ്രത്യേകിച്ചിട്ട് ഒന്നും തന്നെ ഈ ഭക്ഷണത്തിന്റെ പറയാറില്ല. പലപ്പോഴും നമ്മൾ കാണാറില്ല വാട്സാപ്പിന്റെ അകത്ത് 5 വെളുത്ത സാധനങ്ങൾ കഴിക്കരുത്. ഇതെല്ലാം ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രൂവൻ അല്ല, സയന്റിഫിക് ബേസിസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അതെ, ഇതിന്റെ കളറും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെ ഡോക്ടർ, ഇത് ഡോക്ടർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ മുള്ളാത്ത ലക്ഷ്മി തരൂ എന്നൊക്കെ പറഞ്ഞ കുറെ ഹോം റെമഡീസിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അതിപ്പോ ഈ ഗുണം അല്ല ദോഷം എന്ന് പറയുന്നത് നമ്മളതിനകത്ത് ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് അത് തിരിച്ചു വീണ്ടും കൊണ്ടുവരാതെ അതില് ഒരു കാലത്ത് ആളുകള് ഇഷ്ടംമാതിരി നല്ല ചികിത്സ എടുത്ത് രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് കഴിച്ചിട്ടാണ്. ഇത് കഴിച്ച് ഇൻഫെക്ഷൻ ആയിട്ട് ഡയറിയ അടിച്ചു വെച്ചാൽ ഇതൊന്നും നാട്ടിലെ ജനങ്ങൾ കഴിക്കുന്ന ഒരു സാധനമല്ല. ഇതെല്ലാം കാട്ടിലത്തെ മൃഗങ്ങൾ കഴിക്കുന്ന സാധനമായിരുന്നു. ഇതൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് അതൊക്കെ. അപ്പൊ ഇത് നമ്മുടെ സിസ്റ്റത്തിന് പരിചയമില്ലാത്തൊരു സാധനം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഡോക്ടർ, ഇനി നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ ഡോക്ടറിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഡോക്ടർ ഇത്രയും വർഷം ആർജിച്ചെടുത്ത്, കാരണം ഒരു പുതിയ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെയല്ല, ഒരുപാട് വർഷത്തെ എത്രയോ ജനങ്ങളെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഇതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചും അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചും നമ്മുടെ ഒരു സൊസൈറ്റി ആലോചിക്കേണ്ട കാര്യത്തെക്കുറിച്ചും ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? അതിൽ ഇപ്പം ക്യാൻസർ ഇപ്പം ഈ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ ഒരു മാറുന്ന അസുഖമാണ് എന്നുള്ള ഒരു ചിന്ത ആളുകൾക്ക് വന്നിട്ടുണ്ട്. ക്യാൻസർ മാറിക്കിട്ടും, അത് നല്ല ചികിത്സയുണ്ട്, ചികിത്സ എടുത്താൽ മതി എന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ ഇപ്പോഴും രോഗം കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ലേറ്റ് ആവുന്നു. അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണുന്ന സമയത്ത് രോഗികളെ കാണാൻ തുടങ്ങുന്ന സമയത്ത് പിന്നെ 4ാമത്തെ സ്റ്റേജിലാണ് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുകൊണ്ടിരുന്നത് പലപ്പോഴും. ഇപ്പം അത് 3rd സ്റ്റേജിലായിട്ടുണ്ട്, അല്ലെങ്കിൽ 2nd സ്റ്റേജിൻ്റെ കുറച്ചുകൂടി മേലേക്കുള്ള ഒരു സ്റ്റേജിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴും നമ്മളുടെ കൊളീഗ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ മറ്റേ അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ ഉള്ളവർ ഈ മാമോഗ്രാമിൻ്റെ അകത്തൊരു തകരാറ് കണ്ടിട്ട് അവർ അതിനെ പറ്റിയിട്ടാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ ഈ 2ാമത്തെ സ്റ്റേജിലുള്ളയോ അല്ലെങ്കിൽ 3ാമത്തെ ഇല്ല, വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യാൻസർ ചികിത്സയിലുള്ള മുന്നേറ്റങ്ങൾ നമുക്ക് രോഗികളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ലെവൽ ഓഫ് അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലോകം രക്ഷപ്പെട്ടുള്ളൂ. നമ്മുടെ ആനുവൽ സ്ക്രീനിങ് പോലെ. അപ്പോൾ ഈ ആനുവൽ സ്ക്രീനിങ്ങിന് പല ലിമിറ്റേഷൻസും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ കേരളത്തിലെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3.5 കോടി ജനങ്ങളുടെ അകത്ത് ഒരു 1.5 കോടി സ്ത്രീകൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഈ പ്രായം 40-ൻ്റെയും 65 വയസ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ 70 വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാർ അതിനകത്ത് ഒരു ഈ 1.5 കോടിയിൽ നിന്ന് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞാൽ ഒരു 75 ലക്ഷം ആൾക്കാരുണ്ടാവുക. ഈ 75 ലക്ഷം ആളുകൾക്ക് എല്ലാ വർഷവും മാമോഗ്രാം എടുക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. അപ്പം നമുക്ക് കുറച്ചുകൂടി നമുക്കുള്ള റിസോഴ്സസ് നമ്മൾ ഒന്ന് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. രണ്ടാമത് ഗവൺമെൻറ് തലത്തിൽ നല്ല പുതിയ ഈ പറഞ്ഞ പുതിയ സെൻറ്റേഴ്സുകൾ അല്ലെങ്കിൽ ഈ ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സുകൾ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ കൂട്ടുകയൊക്കെ വേണം. അതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിലാണ് നമ്മളുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇത്രയും ഡോക്ടറിന് തിരക്കിട്ട സമയത്തിനിടയ്ക്ക് കുറച്ച് സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചിലവഴിച്ചതിനും ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞതിനും വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.